ഗം ഗണപതയേ നമഃ. ഓം ശ്രീ സരസ്വത്യൈ നമഃ. ഓം ശ്രീ സദ്ഗുരുഭ്യോ നമഃ. ലോകം വളരെ വിസ്തൃതമാണ്. ദൈനംദിന ജീവിതത്തിൽ നമുക്ക് അഭിസംബോധന ചെയ്യേണ്ടുന്ന, തീരുമാനങ്ങൾ എടുക്കേണ്ടുന്ന, ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ഏറെയുണ്ട്. പക്ഷേ ഇതിനൊക്കെ ഇടയിൽ ലക്ഷ്യം മറന്നു പോകാതിരിക്കുക എന്നതും പ്രധാനമല്ലേ? ഒരു ജീവിതം, വിശേഷ ബുദ്ധി കൊണ്ട് യുക്തമായ മനുഷ്യ ജന്മം ലഭിച്ചിട്ട് എങ്ങനെയൊക്കെയോ ജീവിച്ചു കൂട്ടി എന്ന ഒരു ദുരവസ്ഥ, അത് അപലപനീയമാണ്. അത് വന്നുകൂടാ. അതുകൊണ്ട് ഇത്തിരി ലക്ഷ്യചിന്തനത്തിന്, അതിനനുസരിച്ച് ജീവിതത്തെ മുഴുവൻ ആസൂത്രണം ചെയ്യുന്നതിന് പ്രഭാത വേളകൾ നീക്കിവെക്കുന്നത് എന്തുകൊണ്ടും യുക്തമായിരിക്കും. അത് നാം നമ്മുടെ സാധ്യതകളോട്, നമ്മുടെ ലഭിച്ച ജന്മത്തോട് കാണിക്കുന്ന ഒരു നീതിയായിരിക്കും. ജസ്റ്റിസ് ടു അവർ ബ്ലെസ്ഡ് ലൈഫ്. ആത്മാവാണ് ചിന്താവിഷയം. ആത്മാവ് എവിടെയിരിക്കുന്നു? പല ദൃഷ്ടാന്തങ്ങളും അനുസരിച്ച് ആലോചിക്കുമ്പോൾ ആത്മാവ് എവിടെയോ ശരീരത്തിനും ഇന്ദ്രിയ മനോബുദ്ധികൾക്കുമൊക്കെ അപ്പുറത്ത് എവിടെയോ ഇരിക്കുന്നു, നെല്ലിൽ അരി പോലെ എന്നിങ്ങനെയൊക്കെ ചിന്തിച്ചു പോകാൻ സാധ്യതയുണ്ട്. യുക്തി കൊണ്ട് അന്വേഷിക്കാൻ പ്രയാസമുള്ള, യുക്തി അതീതമായ, ബിയോണ്ട് ലോജിക്, അങ്ങനെ ഒരു തത്വത്തെ പ്രതിപാദിക്കേണ്ടി വരുന്ന സമയത്ത് രണ്ട് ധ്രുവങ്ങളും, ടു എക്സ്ട്രീംസ്, വ്യക്തമാക്കി തരേണ്ടതായിട്ട് വരും. ശങ്കര ഭഗവത്പാദർ ആത്മാവ് ശരീരത്തിൽ എവിടെയോ ഇരിക്കുന്നു എന്ന ധാരണയെ തിരുത്താൻ ഉദ്ദേശിച്ചുകൊണ്ട് വലിയൊരു പ്രഖ്യാപനം നടത്തുന്നതാണ് 17ാമത്തെ ശ്ലോകത്തിൽ നാം കാണാൻ പോകുന്നത്. 17ാമത്തെ ശ്ലോകത്തിൽ ഭഗവത്പാദർ പറയുന്നു, ആത്മാവ് ഒരു പ്രത്യേക ദേശത്തിൽ സ്ഥിതി ചെയ്യുന്ന തത്വമല്ല. സാർവദേശീയമായി, സർവദേശങ്ങളിലും, സർവവ്യാപിയായി, സാർവകാലികമായി, എല്ലാ കാലങ്ങളിലും, ദേശത്തിനും കാലത്തിനും ആധാരമായി പരിലസിക്കുന്ന തത്വമാണ്. ഈ തത്വത്തെ എങ്ങനെ അറിയണം എന്ന ചോദ്യത്തിനാണ് ഉമി മുതലായവയെ വേർപെടുത്തി അരിയെ അറിയുന്നത് പോലെ എന്നൊക്കെ ഉദാഹരിച്ചിരിക്കുന്നത്. ഈ വിഷയത്തെ സംബന്ധിച്ച് ഭഗവത്പാദരുടെ മാർഗദർശനം നമുക്ക് പ്രയോജനപ്പെടുത്താം. 17ാമത്തെ ശ്ലോകത്തിലേക്ക്. സദാ സർവഗതോപ്യാത്മാ ന സർവത്രാവഭാസത്തെ ബുദ്ധാവേവാവഭാസേത സ്വച്ഛേഷു പ്രതിബിംബവത്. സദാ സർവഗതഃ അപി ആത്മാ, ആത്മാവിനെ സംബന്ധിച്ച് സർവഗതഃ, എന്തൊക്കെ പദാർത്ഥങ്ങൾ എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ ആ പദാർത്ഥങ്ങൾക്ക് ഉണ്മ നൽകി അനുഗ്രഹിക്കുന്ന സാരമായി, ആധാരമായി, തത്വമായി, ദി എക്സിസ്റ്റൻസ് പ്രിൻസിപ്പിൾ ആയി ആത്മാവിനെ അറിയണം. അതുകൊണ്ട് സർവഗതഃ ആത്മാ, ആത്മാവ് സർവഗതമാണ്. സർവഗതം എന്ന പ്രയോഗത്തെക്കാൾ സർവവും ആത്മാവിലിരിക്കുന്നു എന്ന് ചിന്തിക്കുന്നതാണ് യുക്തിഭദ്രമായ ചിന്ത. ആത്മാവ് എല്ലായിടത്തേക്കും വ്യാപിച്ചിരിക്കുന്നു എന്നുള്ളതിനേക്കാൾ എല്ലാം ആത്മാവിലിരിക്കുന്നു. സർവഗതഃ അപി, ഈവൻ ദോ ആത്മാവ് എല്ലായിടത്തും വ്യാപിച്ചിരിക്കുകയാണെങ്കിലും ന സർവത്ര അവഭാസത്തെ, നമ്മുടെ വ്യാവഹാരിക ജീവിതത്തിൽ, ഈ ഇന്ററാക്റ്റീവ് വേൾഡിൽ ആത്മാവ് പ്രത്യക്ഷീഭൂതമല്ല. അതെവിടെ പോയിരിക്കുന്നു? ന സർവത്ര അവഭാസത്തെ, എല്ലായിടത്തും അത് പ്രകാശിച്ചു കാണുന്നില്ല. അത് നമ്മുടെ ഒരു എക്സ്പീരിയൻസ് ആണ്, അത് നമ്മുടെ ഒരു സങ്കടവും കൂടിയാണ്. ആത്മാവ് എല്ലായിടത്തും ഉണ്ടായിട്ടും എന്തേ ആത്മാവിനെ കാണുന്നില്ല? ആട്ടെ, എവിടെ കാണുമെന്നാണെങ്കിലോ ബുദ്ധൗ ഏവ അവഭാസേത, ബുദ്ധാവേവ അവഭാസേത, ബുദ്ധിയിൽ മാത്രമാണ് ആത്മാവ് പ്രകാശിക്കുന്നത്. എന്തേ അങ്ങനെയായി പോയി എന്നാണെങ്കിലോ സ്വച്ഛേഷു പ്രതിബിംബവത്, പ്രതിബിംബത്തെ സംബന്ധിക്കുന്ന, റിഫ്ലക്ഷനെ സംബന്ധിക്കുന്ന നിയമം അനുസരിച്ച്
എല്ലാ പദാർത്ഥങ്ങളും പ്രതിഫലനത്തെ ചെയ്യുന്നുണ്ട്. പക്ഷേ കണ്ണാടിയിൽ മാത്രമേ പ്രതിബിംബം വ്യക്തമാവുള്ളൂ. എന്താ കാരണം? മറ്റു പദാർത്ഥങ്ങളിൽ ഏതെങ്കിലും പ്രകാശം പ്രതിഫലിക്കുമ്പോൾ അത് പല പ്രകാരത്തിൽ ഛിന്ന ഭിന്നമായി പോകുന്നു. ഏകോപിതമായി അതിനെ കാണിച്ചു തരാനുള്ള സാമർഥ്യം അതാത് മാധ്യമങ്ങൾക്ക് ഇല്ല. കണ്ണാടിക്ക് മാത്രമേ ആ കഴിവുള്ളൂ. ഇതുപോലെ സർവഗതമായ ആത്മാവിനെ സാക്ഷാത്കരിക്കണമെങ്കിൽ ബുദ്ധിയിൽ കേന്ദ്രീകരിച്ചു കൊള്ളണം. കാരണം ബുദ്ധിയിൽ മാത്രമേ അത് ഭംഗിയായി പ്രകാശിക്കുള്ളൂ. ബുദ്ധൗ ഏവ അവഭാസേത. ബുദ്ധിയിൽ പ്രതിബിംബിതമായിട്ടുള്ള ആത്മതത്വത്തെ അറിയുന്നതിന് അന്തർമുഖമായി അന്വേഷിക്കേണ്ടതുണ്ട്. ശാന്തതയും സ്വസ്ഥതയും ആർജിക്കേണ്ടതുണ്ട്. അതിനാണ് സാധനകളൊക്കെ ഉപദേശിച്ചിരിക്കുന്നത്. ശാന്തത നേടുന്നതിന്, സ്വസ്ഥത നേടുന്നതിന്. അങ്ങനെ ശാന്തിയും സ്വസ്ഥതയും സ്വന്തമാക്കിയ ശേഷം ബുദ്ധിയിൽ ആത്മാവിനെ സംബന്ധിക്കുന്ന നിർവചനങ്ങൾ അനുസരിച്ച് അന്വേഷണം നടത്താം, സാക്ഷാത്കരിക്കാം.